കേരളത്തിലെ പോലീസ് ഇന്ത്യക്കൊട്ടാകെ മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആ പോലീസ് ഇന്ന് കേവലം കാട്ടാളന്മാരെ പോലെ, കാപാലികരെ പോലെ സർക്കാരിൻ്റെ നടത്തിപ്പുകാരായി, സർക്കാരിൻ്റെ കൂലിത്തല്ലുകാരായി മാറി തെരുവ് ഗുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന അതിക്രൂരമായ പോലീസ് അതിക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് അംഗമായ സംവത്സരങ്ങളോളം നിയമസഭാ സാമാജികനായി പ്രവർത്തിച്ച, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച, കോൺഗ്രസിൻ്റെ കേരളത്തിലെ KPCC വർക്കിംഗ് പ്രസിഡന്റായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലിനെ യാതൊരു പ്രകോപനവും കൂടാതെ, ന്യായീകരിക്കാവുന്ന ഒരു കാരണവും കൂടാതെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് ശാരീരികമായ ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ്. ഷാഫിയുടെ മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ കേരളമാകെ, രാജ്യമാകെ, ലോകമാകെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വന്ന അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ എല്ല് തകർന്നു പോയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ അദ്ദേഹത്തിന് വേണ്ടി വന്നു. കുറേ ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വരും. അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷ്യം പൊള്ളയായിരുന്നു എന്ന് ദൃശ്യങ്ങൾ തന്നെ, വിഷ്വൽ മീഡിയ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. പോലീസ് ഒരു പ്രകോപനമില്ലാതെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ മർദ്ദനം അഴിച്ചു വിട്ടത്. പേരാമ്പ്ര കോളേജിലെ തെരഞ്ഞെടുപ്പായിരുന്നു പശ്ചാത്തലം. അവിടെ ഇരുപക്ഷവും, KSU പക്ഷവും KSU വിരുദ്ധ പക്ഷവും അവിടെ ജാഥ നടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കോൺഗ്രസ് പക്ഷം, KSU പക്ഷം പോലീസിൻ്റെ അനുമതിയോടുകൂടിയാണ് ജാഥ നടത്താൻ മുന്നോട്ട് വന്നത്. രണ്ടു കൂട്ടരും വെവ്വേറെ സമയം നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ജാഥയുമായി മുന്നോട്ട് പോയ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കളെ അതിക്രൂരമായ മർദ്ദനമാണ് അവർക്ക് നേരെ അടിച്ചുവിട്ടിട്ടുള്ളത്. പോലീസ് മർദ്ദനം, ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പോലീസ് ഭാഷ്യമായിരുന്നു. പോലീസിൻ്റെ പൊള്ളയായ ആ വാക്കുകൾ വൃഥാവിലാണ്, കള്ളത്തരമാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഷാഫി ആശുപത്രിയിലാണ്. ഷാഫി മാത്രമല്ല, കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹത്തിനും വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ കണ്ണീർ വാതക ഷെല്ലിൻ്റെ ക്ഷതമേറ്റ് പലരുടെയും കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എവിടേക്കാണ് നമ്മുടെ പോലീസ് പോകുന്നത്? ഒരു കാലത്ത് നമുക്കറിയാം, കേരളത്തിലെ പോലീസ് ഇന്ത്യക്കൊട്ടാകെ മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആ പോലീസ് ഇന്ന് കേവലം കാട്ടാളന്മാരെ പോലെ, കാപാലികരെ പോലെ സർക്കാരിൻ്റെ നടത്തിപ്പുകാരായി, സർക്കാരിൻ്റെ കൂലിത്തല്ലുകാരായി മാറി തെരുവ് ഗുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു. പോലീസ് സേനയിലെ സാധാരണ അംഗങ്ങൾ അത് അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. ഈ സർക്കാരിൻ്റെ നിലപാടാണ്, നയമാണ്, തെറ്റായ പോലീസ് നയമാണ് ഈ തരത്തിൽ എതിരായി പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിതിനെ ഏതാനും പോലീസുകാർ സ്റ്റേഷനിലിട്ട്
സ്റ്റേഷന് പുറത്തു വെച്ച് അവിടെ വീഡിയോ ദൃശ്യങ്ങൾ കാണാത്ത രീതിയിൽ എത്ര ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. കേരളം കണ്ടതല്ലേ. എവിടേക്കാണ് നമ്മുടെ പോലീസ് പോകുന്നത്? അവർ ധരിച്ചിരിക്കുന്ന യൂണിഫോമിന് തന്നെ അപമാനകരമായ നിലയിലേക്ക് പോകുന്നു.